വർഷത്തെ 2024-25 SBI ക്ലർക്ക് ആൻഡ് PO കിട്ടിയ ഒരാളാണ്. എൻ്റെ ബാങ്കിങ് ജേർണീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ PG കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷം വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് പിന്നെ ബാങ്കിങ്ങിലോട്ട് എനിക്കൊരു താല്പര്യം വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും പിന്നെ വേറെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിളിച്ചന്വേഷിച്ചായിരുന്നു. അപ്പോൾ ഒട്ടും എനിക്ക് എല്ലായിടത്തും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. അപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി കോമ്പസ് അക്കാഡമിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ മിസ്സിനെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തു. അപ്പം മിസ്സ് ആദ്യം പറഞ്ഞ കാര്യം ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാണ്. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ എൻ്റെ അട്രാക്ഷനായിട്ട് തോന്നിയത്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ നല്ലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ പഠിക്കാൻ പറ്റുന്ന ഒരാളാണ്. അല്ലെങ്കിൽ എന്നെ അഴിച്ചു വിട്ടാൽ ഞാൻ ആ വഴിക്ക് പോകുന്നൊരു ടൈപ്പാണ്. സോ അതായിരുന്നു എൻ്റെ മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ജോയിൻ ചെയ്തപ്പം ഞാൻ February 17, 2024 ആണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഞങ്ങളുടെ ക്ലാസ്സിൽ വെറും 6 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ ആദ്യം കയറിയപ്പോൾ തന്നെ ഭയങ്കര മോട്ടിവേഷനായിരുന്നു സാറിൻ്റെയും മിസ്സിൻ്റെയും ഭാഗത്തുനിന്ന് കിട്ടിയത്. അപ്പോൾ അവരെപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ SBI PO, അതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്നാണ് അവർ പറയാറ്. അപ്പോൾ അത് തന്നെ ഞാനും ഫോളോ ചെയ്തു. അപ്പോൾ ക്ലാസ് ബാച്ചസും തന്നെ ഞങ്ങൾക്ക് മിസ്സാണെങ്കിലും ഷേതു മിസ്സ് നമ്മുടെ മാത്സ് ക്ലാസ്സാണ് എടുക്കണത്. അതുപോലെ ടോബി സാർ റീസണിങ്, ഇംഗ്ലീഷ്, GK ഇതെല്ലാം ടോബി സാറാണ് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ നമ്മുടെ മാത്സ് ക്ലാസ് എന്ന് പറയുമ്പം ബേസിക് ക്ലാസ് തൊട്ട്, അതായത് നമുക്ക് ഒരു മാത്സ് ബാക്ക്ഗ്രൗണ്ട് അല്ല, നിങ്ങളൊരു BCom അല്ല, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് ബേസ് കാര്യങ്ങൾ തൊട്ട് മിസ് എല്ലാം പറഞ്ഞു തരും. അപ്പോൾ അതിൽ ടോപ്പിക് വൈസ് ആണ് മിസ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഒരു വീക്ക് കൊണ്ട് മാക്സിമം എല്ലാ ടോപ്പിക്കും, അതായത് ഓരോരോ വീക്കിൽ ഓരോരോ ടോപ്പിക്ക് അസൈൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ മിസ് ശ്രമിക്കാറുണ്ട് ആ വീക്കിനുള്ളിൽ തന്നെ. പിന്നെ എല്ലാ വീക്കെൻഡിലും ഫ്രൈഡേ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഓരോരോ ടെസ്റ്റ് വരുമ്പോഴും അതിൻ്റെ മാർക്കൊക്കെ മിസ് റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും പോയിന്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് നമുക്ക് വീക്കായിട്ട് തോന്നുവാണെങ്കിൽ മിസ് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്കത് ഹെൽപ്പ് ചെയ്യും എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടതെന്ന്. പിന്നെ കാര്യം എന്ന് പറയുമ്പം റീസണിങ് എന്ന് പറയുമ്പോൾ സാറിൻ്റെ ഒരു വ്യത്യസ്തമായ അപ്രോച്ചാണ് ഇവിടെ. നമുക്ക് പസിൽസ് എന്നൊക്കെ പറയുമ്പം എല്ലാവരുടെയും വലിയ വലിയ പസിൽ വരുമ്പോൾ ഒരു പേടി സ്വപ്നമായിരിക്കും. പക്ഷേ ഞങ്ങൾക്കെന്ന് പറയുന്നത് ഇങ്ങനെ ഭയങ്കര എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ യൂസ്ഫുള്ളായൊരു മെത്തേഡാണ് ത്രെഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് പിന്നെയും പസിൽസിൻ്റെ സെൻറ്റൻസ് ഒക്കെ വായിച്ച് അത് പിന്നെയും നമുക്ക് കുറേ പോസിബിലിറ്റീസ് ഒന്നും വരയ്ക്കാണ്ട് സിംഗിൾ എങ്ങനെയാണോ വേഗം ഒരു അനോട്ടേഷൻ മെത്തേഡ് വെച്ചിട്ട് ഒരു പസിൽ എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, ഇതൊക്കെ സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ റീസണിങ്ങിൻ്റെ ആണെങ്കിലും നമ്മൾ എങ്ങനെ അത് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യണം, അതുപോലെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മൾ അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ഇവിടെ എക്സാമിന് വിടുന്നത്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ക്ലാസ് ബാച്ചസും തന്നെ ഓൾമോസ്റ്റ് നമ്മളൊരു പ്രിലിംസ് അറ്റൻഡ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവർ വിടുന്നത്. പിന്നെ എക്സാം ബാച്ചിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കുറേ മോക്ക് ടെസ്റ്റ് തരും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1 hourൻ്റെ പ്രിലിംസിൻ്റെ മോക്ക് ടെസ്റ്റാണ് തരാറ്. അപ്പോൾ നമുക്കത് നമുക്കിങ്ങനെ കുറേ ബാച്ചസ് ഉണ്ട് അവിടെ. 4 to 5 ബാച്ചസാണ് വരുന്നത്. അപ്പോൾ ഓരോരോ ബാച്ചസിലായിട്ടാണ് നമ്മളിങ്ങനെ ഇൻഡക്റ്റ് ചെയ്ത് പോകുന്നവർ. അപ്പോൾ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചാണ് ഓരോരോ ബാച്ചിലും ഇങ്ങനെ കൂട്ടി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ സ്പീഡ് ഭയങ്കര കുറവായിരിക്കാം. കാരണം ആദ്യം പോകുമ്പോൾ നമുക്ക് അത്രയും സ്പീഡ് കിട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്ത് ഏകദേശം ഒരു മെഷീൻ ബാച്ചൊക്കെ എത്തുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രിലിംസ് അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നും പ്രിലിംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ. പിന്നെ എന്ന് പറയുന്നത് ഇവിടുത്തെ എഡിറ്റോറിയൽ സെക്ഷനാണ് എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് ഫിയർ മാറ്റിയതും അതുപോലെ തന്നെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാവരുടെയും മുമ്പിൽ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതും എല്ലാം എഡിറ്റോറിയൽ സെഷൻസാണ്. നമുക്ക് ക്ലാസ് ബാച്ച് തൊട്ട് തന്നെ എഡിറ്റോറിയൽ സെഷൻസ് സാർ കണ്ടക്ട് ചെയ്യും. അതിൽ നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൽ സാറിങ്ങനെ അസൈൻ ചെയ്യും ആദ്യം ആർക്ക് എന്തൊക്കെയാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് വരുന്നത്. സോ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് ഫിയർ ആവട്ടെ അത് മാറിക്കിട്ടും. നമ്മുടെ വൊക്കാബുലറി നമുക്ക് കൂടും. അതുപോലെ തന്നെ നമ്മുടെ കോംപ്രിഹെൻഷൻ റീഡിങ് അതുപോലെ നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ അതുപോലെ ഇംഗ്ലീഷിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഇവിടുത്തെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ലൈബ്രറിയാണ്. ഇവിടെ ഇഷ്ടം പോലെ ജേർണൽസിൻ്റെ ബുക്ക് ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും എടുത്ത് വായിക്കാം. ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ സുധാമൂർത്തിൻ്റെ ബുക്ക് തൊട്ട് പിന്നെ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഗീതാ ക്രിസ്റ്റീൻ്റെ ബുക്ക് വരെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഏത് വേണമെങ്കിലും വായിച്ച് സെറ്റാക്കാം. പിന്നെ പറയുന്നത് ഇവിടുത്തെ മെയിൻസ് ക്ലാസ്സസ് ആണ്. എനിക്ക് ഫിനോമിനലായിട്ട് തോന്നിയൊരു ക്ലാസ്സാണ് ഇവിടുത്തെ മെയിൻസ് ക്ലാസ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇവിടുത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരോ ടോപ്പിക് വൈസ് ആണ്. ഇപ്പം ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ആണെങ്കിൽ അതിന് പ്രത്യേക ക്ലാസ്സസ്,
അതുപോലെ അരിത്തമെറ്റിക്കിനാണെങ്കിൽ അതിൽ പ്രത്യേക ക്ലാസ്സസ്. മിസ് എല്ലാം സ്കെഡ്യൂൾ ചെയ്ത് ഒരു സ്ട്രക്ചറൽ വേയിലാണ് ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടോപ്പിക് വൈസ് എക്സാംസും കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് സെറ്റായി എന്ന് കരുതുമ്പോഴാണ് മിസ്സ് പിന്നെ മെയിൻസ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ ക്വാളിറ്റി ഓഫ് പേപ്പേഴ്സ് പറയുന്നത് അതും എക്സലൻ്റ് ആണ്. അഡ്ഡയുടെ പേപ്പറും അതുപോലെ തന്നെ പുതിയ പുതിയ പാറ്റേൺ വരുന്ന പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് വരുന്ന പേപ്പറാണ്. എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടാണ് ഇവിടെ തരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് മെയിൻസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പം അത്രയും നമുക്ക് കോൺഫിഡൻസ് കിട്ടും. അതുപോലെ മെയിൻസ് ആണ് അറ്റൻഡ് ചെയ്യുന്നതെന്നൊരു ടെൻഷനും ഇല്ലാണ്ട് ഒരു പേടിയും ഇല്ലാണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ലെവലിലാണ് മിസ് ഇവിടെ ആക്കി വിടുന്നത്. അതുപോലെ സാറാണെങ്കിലും റീസണിങ് ഒക്കെ നമുക്ക് 10-15 മിനിറ്റ് എടുത്ത് സോൾവ് ചെയ്യുന്ന പസിൽസൊക്കെ വെറും 5 മിനിറ്റും 6 മിനിറ്റും കൊണ്ട് സോൾവ് ചെയ്യാൻ സാറ് സഹായിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കോമ്പസിലെ എക്സ്പീരിയൻസ്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ സെലിബ്രേഷൻ അത് വൺ ഓഫ് ദി ബെസ്റ്റ് പാർട്ടാണ്. കാരണം ഇവിടുത്തെ സെലിബ്രേഷൻ ഞാൻ വന്ന തുടക്കത്തിലായിരുന്നു. ഇവിടെ നമ്മുടെ ബാക്കിയുള്ള പിള്ളേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ ലാസ്റ്റ് ഇയർ പഠിച്ചു പോയ അല്ലെങ്കിൽ പാസ് ഔട്ടായ പിള്ളേർക്ക്, ജോലി കിട്ടിയ പിള്ളേർക്ക് ഇവിടെ മെഡൽ ഓഫ് ഓണറൊക്കെ കൊടുത്ത് അവരെ പ്രശംസിച്ച് ബാക്കിയുള്ളവർക്കും ഒരു അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാനുള്ള ഒരു എന്താ പറയുക, നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറ്. നമുക്ക് ഉറങ്ങിക്കിടക്കുന്ന നമ്മളുടെ കുറേ ടാലൻസിനെയൊക്കെ അവർ പൊക്കിക്കൊണ്ട് വരും. ഡാൻസിങ് ആണെങ്കിലും സിംഗിങ് ആണെങ്കിലും അതുപോലെ ഒരു പ്രോഗ്രാം എങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാം. മറ്റു പിള്ളേരെ നോക്കി നമുക്ക് ഓക്കെ നമ്മളും ഇത്രയും ആക്റ്റീവ് ആവണം എന്ന രീതിയിൽ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കാര്യം എന്ന് പറയുന്നത് GD ആൻഡ് GE. PUവിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടാണ് നമ്മുടെ മെയിൻസ് കഴിഞ്ഞാൽ GE ആൻഡ് GD എന്ന് പറയുന്നത്. പിന്നെ ഇൻ്റർവ്യൂ. അപ്പോൾ GD GE ഒക്കെ നമുക്ക് GD അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കുറേ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ GE ഇത് ആർക്കും അങ്ങനെ അറിയാത്തൊരു കാര്യമാണ്. അതും ടോബി സാർ ഇത്രയും എക്സലൻറ്റ് വേയിലാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെ അവിടെ പോയി നമ്മൾ പെർഫോം ചെയ്യണം, എങ്ങനെ നമ്മുടെ ഒരു ടീമാണെങ്കിൽ എങ്ങനെ എല്ലാവരുടെയും കൂടെ ഒത്തുചേർന്ന് അതുപോലെ തന്നെ അത്രയും പെർഫെക്റ്റായിട്ട് നമുക്കതെങ്ങനെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ അറിയാം. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞങ്ങൾ 3 പേരാണ് അവിടെ നിന്ന് PUക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ 3 പേരും സെയിം ഗ്രൂപ്പിലായിരുന്നു. അവിടെ നിങ്ങൾക്ക് കാണാമായിരുന്നു. കാരണം ഞങ്ങളിവിടെ പ്രാക്ടീസ് ചെയ്തപ്പോൾ ആദ്യമൊന്നും ശരിയായില്ലെങ്കിലും അവിടെ പോയിട്ട് അവസാനമായപ്പോൾ തന്നെ ഞങ്ങളായിരുന്നു അവിടെ നിറഞ്ഞു നിന്നത്. ഞങ്ങളാണ് അവിടെ ഇനിഷ്യേറ്റ് ചെയ്തത്. ഫോളോ അപ്പ് ആയിട്ട് ബാക്കി ഞങ്ങൾ 3 പേരും തന്നെയാണ് കൂടുതൽ പോയിൻറ്റ്സ് അവിടെ പ്രസൻറ്റ് ചെയ്തതും. അതുപോലെ ഒരു GE ഞങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്ത് ഞങ്ങളുടെ ഒരു നേതൃത്വത്തിലാണ് അത് കൊണ്ടുപോയത്. അപ്പം എല്ലാം അവിടെ അടിപൊളിയായിരുന്നു. അതിനൊക്കെ ഒരുപാട് സാറിൻ്റെ GE സെക്ഷൻസ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഇൻ്റർവ്യൂ ആണെങ്കിലും നമുക്ക് ആദ്യം ഇൻ്റർവ്യൂ ക്ലാസ്സസ് എടുക്കും പ്രോപ്പറായിട്ട്. എങ്ങനെയാണ് വരേണ്ടത്, എന്താണ് അറ്റയർ വെയർ ചെയ്യേണ്ടത്, പിന്നെ എങ്ങനെ നമ്മൾ സംസാരിക്കണം, എങ്ങനെ എൻ്റർ ചെയ്യണം, ഇതടക്കം എല്ലാം ടോബി സാർ പറഞ്ഞുതരും. അതുപോലെ തന്നെ ആദ്യത്തെ റൗണ്ട് ഇൻ്റർവ്യൂ സാറിൻ്റെ മുന്നേ വെച്ചായിരിക്കും. അപ്പോൾ തന്നെ സാറ് നമ്മൾ എങ്ങനെ ഫോക്കസ് ചെയ്യണം, എങ്ങനെ നമ്മൾ ഐ കോൺടാക്റ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ബോഡി പോസ്ചർ എങ്ങനെ ആയിരിക്കണം, ഇതെല്ലാം സാറ് പറഞ്ഞു തരാറുണ്ട്. ഇത് കഴിയുമ്പോൾ നമുക്ക് 3 റൗണ്ടായിട്ട് ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂ ആയിരിക്കും. അതിൽ ഓരോരോ പാനൽ മെമ്പർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരുടെ മുമ്പിൽ തന്നെ ഓരോരോ പ്രാവശ്യം നമ്മൾ പോകുമ്പോഴും നമ്മുടെ ഓരോരോ വീക്ക്നെസ് അവർ പറഞ്ഞു തന്ന് ഫൈനൽ ഇൻ്റർവ്യൂ റൗണ്ട് ആകുമ്പോൾ നമ്മൾ ടോട്ടലി അത് റെക്ടിഫൈ ചെയ്ത് പക്ക ഒരു കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മൾ ശരിക്കും റിയൽ പാനലിൻ്റെ മുന്നിൽ പോകുന്നത്. അപ്പോൾ അതിനൊരുപാട് സഹായിക്കും. അതുപോലെ തന്നെ ബാങ്കിങ് അവയർനെസ്, ഫിനാൻസ് അവയർനെസ്, ഇതിൻ്റെയൊക്കെ സാർ ഒരു ക്യാപ്സ്യൂൾ പോലെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇവിടെ നിന്ന്. അത് പഠിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അത്യാവശ്യം ക്രാക്ക് ചെയ്തിട്ട് വരാവുന്ന രീതിയിലായിരിക്കും പോവുക. ഇപ്രാവശ്യം ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഞങ്ങൾക്ക് 3 പേർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അവരെന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും പതറാതെ എങ്ങനെ അത് കോൺഫിഡൻ്റ് ആയിട്ട് ഫേസ് ചെയ്യാമെന്നടക്കം സാർ ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കോമ്പസിലെ ഓവറോൾ എക്സ്പീരിയൻസ്. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ജസ്റ്റ് ഒരു 1 ഇയർ കൊണ്ടാണ് ഈ പൊസിഷൻ നേടിയെടുത്തത്. അതും ഒട്ടും ഞാൻ ആംബിഷ്യസ് ആയിട്ടല്ല ചേർന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് എനിക്ക് ഇത്രയും ഒരു മോട്ടിവേഷനും ഇത്രയും കോൺഫിഡൻസ് ഒക്കെ കിട്ടിയത്. അപ്പം നിങ്ങളൊരു 1 to 2 ഇയേഴ്സ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും മോട്ടിവേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കോമ്പസ് ഇസ് ദി ബെസ്റ്റ് പ്ലേസ് യു ക്യാൻ ഗെറ്റ് ഇൻ ടു. ബിക്കോസ് ഇവിടെ നിങ്ങൾ നല്ലൊരു രീതിയിൽ ഗൈഡ് ചെയ്യും. എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടും കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു നല്ല പൊസിഷനിൽ എത്തിച്ചേരും. ഇവിടെ കോമ്പസ് ആണ് അതിൻ്റെ ബെസ്റ്റ് പ്ലേസ്. ഇവിടുത്തെ മിസ്സും സാറും എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നമുക്ക് വേണ്ടത് നമ്മുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും അതുപോലെ തന്നെ അവരുടെ കൂടെ നമ്മൾ നിന്നാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ കാര്യങ്ങൾ എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു.